ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ആമ്പൂർ സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ അത്യാവശ്യം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഒരു സ്പൈസി ഐറ്റം ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ആമ്പൂർ സ്റ്റൈൽ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പം മെയിനായിട്ട് വേണ്ടത് ഈ ഒരു മുളകാണ്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. ഇത് ബാഡ്ഗേ ചില്ലി എന്ന് പറയും. അതായത് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. എരിവുണ്ടാവും, ലൈറ്റ് ആയിട്ടുള്ള ഒരു എരിവുണ്ടാവും, പക്ഷെ നല്ല കളർ ഉണ്ടാവും. അങ്ങനത്തെ ഒരു മുളകാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു അളവ് കുറച്ചാൽ മതി. കാരണം അത് നല്ല എരിവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അളവ് കുറയ്ക്കണം. ഞാനിപ്പോൾ ഒരു 10 തൊട്ട് 15 എടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സാധാരണ മുളക് എടുക്കുന്നെങ്കിൽ 10 മതിയാവും കേട്ടോ. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അവിടെ തന്നെ ഇരിക്കട്ടെ. അതേപോലെ റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ജീര സാമ്പാർ റൈസാണ് കേട്ടോ. ആമ്പൂർ ബിരിയാണിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റൈസാണ്. അപ്പം റൈസ് വന്നിട്ട് എപ്പോഴും ജീര സാമ്പാർ എടുക്കണം. ഇനി അതില്ലെങ്കിൽ മാത്രം ജീരശാല റൈസ് എടുക്കാം. പക്ഷേ ജീര സാമ്പാർ ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ റൈസ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിക്കോട്ടെ. അപ്പോൾ അരമണിക്കൂർ മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണയും നെയ്യും ഒരുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഏലക്ക, 10 ഗ്രാമ്പു, പിന്നെ പട്ടയുടെ കഷ്ണം ഒരു 3 എടുത്തിട്ടുണ്ട്, 3 സ്റ്റാർ അനീസ്, ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ലൈറ്റായിട്ട് ഒന്ന് മൂത്ത് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ആമ്പൂർ ബിരിയാണിയിൽ എപ്പോഴും ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും സെപ്പറേറ്റാണ് ചേർക്കുന്നത്, ഒരുമിച്ച് ചേർക്കാറില്ല. പിന്നെ അതേപോലെ അളവ് രണ്ടും സെയിം ആയിരിക്കും. നമ്മൾ എത്രയാണോ വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ ജിഞ്ചർ പേസ്റ്റ് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചേർത്തേക്കുന്ന ഗാർലിക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത്, ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ റൈസ് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. പ്രോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 1/2 kg ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവർക്കും റൈസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈസാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ഇത്രയും ഞാൻ എടുക്കുന്നത്. ഉള്ളി ഇപ്പം 3 ഉള്ളി എടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 1/2 kg പ്രോൺസിന് ഇത്രയൊന്നും ആവശ്യമില്ല. 1.5 ഉള്ളി മതിയാവും. അതേപോലെ റൈസിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് വേണ്ടത് പ്രോൺസോ നോൺ വെജോ ഒന്നുമല്ല, റൈസാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാല ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നാൽ കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഈ ഉള്ളി വഴറ്റിയെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതേപോലെ തന്നെ കുറച്ചധികം സമയം എടുക്കും, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. സെയിം അളവിൽ തന്നെയാണ് ജിഞ്ചർ പേസ്റ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ചെറിയ ജാറിൽ വെള്ളം ഒന്നും ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക. പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തോന്നും നല്ല സ്പൈസി ആയിരിക്കും, ഒരുപാടുണ്ട്. പിന്നെ കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം നല്ല സ്പൈസി ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. റൈസിന് ആവശ്യത്തിനുള്ള ഒരു സ്പൈസ് ലെവലേ ഉള്ളൂ. പിന്നെ അതേപോലെ നല്ല കളർ ഉണ്ടാവും. അതാണ് ഈ ഒരു മുളകിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മുളക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എരിവില്ലാതെ എന്നാൽ നല്ല കളറോട് കൂടിയുള്ള റൈസ് കിട്ടും. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധാരണ മുളകാണെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചില്ലി പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് ഇതുപോലെ ആയി കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ മണം പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചില്ലി പേസ്റ്റിൻ്റെ മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന 1/2 kg പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന റൈസ് ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് 1 kg പ്രോൺസ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ 1/2 kg ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ പ്രോൺസ് കഴിക്കാറില്ല. പിന്നെ ആകെ കഴിക്കുന്ന 2 പേര് മാത്രമാണ്. അതിൽ ഒരു നേരം 1-2 നേരം കാണാൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അധികം പ്രോൺസ് ഒന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 kg പ്രോൺസ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പ്രോൺസും കൂടി ചേർത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കാം. പുളി തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ തൈരും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല. ചിക്കൻ ബിരിയാണിക്ക് സാധാരണ തൈര് ചേർക്കും. ഇവിടെ ഞാൻ പ്രോൺസ് ബിരിയാണിക്ക് അത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തു. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ പുതിനയില
മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. രണ്ടും സെയിം അളവിൽ വേണേ. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പ്രോൺസിൽ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് കോട്ടായി കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം കൊണ്ട് നമ്മളിവിടെ മസാല ഉണ്ടാക്കുന്ന അതേ സമയം കൊണ്ട് അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. റൈസ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വെള്ളം ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം, നമ്മളിപ്പോൾ 2 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്, അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ മസാലയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യ കണക്ക് പറയുകയാണെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത്, അല്ലെങ്കിൽ കപ്പിലായിക്കോട്ടെ, നിങ്ങളിപ്പോൾ 2 കപ്പ് റൈസാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചില്ലി പേസ്റ്റ് അരച്ച് വെച്ച ആ ഒരു ജാറുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ പ്രോൺസിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്, മസാലയിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും അരപ്പ് വേസ്റ്റ് ആവുമല്ലോ, അത് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് കുലുക്കി എടുത്തത്. എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ചേർത്തേക്കുന്ന തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു നാരങ്ങ കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു നാരങ്ങയുടെ നീര് കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രോൺസ് ആയതുകൊണ്ട് അത്രയും മതിയാവും കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസിന് വേണ്ടിയിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ നല്ലതുപോലെ തിളച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചേക്കായിരുന്നേ. കംപ്ലീറ്റ്ലി വെള്ളം കളഞ്ഞിട്ട് മാറ്റി വെക്കുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ മാത്രം സോക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ അരിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൃത്യം 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് ചോറങ്ങ് മാറ്റി വെക്കണം. കംപ്ലീറ്റ്ലി വെള്ളം കളയണം. എന്നിട്ട് ആ ഒരു റൈസ് വന്നിട്ട് ഒട്ടും വെള്ളം ഇല്ലാത്ത റൈസ് വന്നിട്ട് നമ്മൾ ഈ പ്രോൺസ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന 1 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ നമ്മുടെ ഈ റൈസ് വെന്തോളും കേട്ടോ. ഒരു 30-40% വെന്തിട്ടുണ്ട്. കാരണം സോക്ക് ചെയ്ത റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ബാക്കിയുള്ളത് നമ്മളിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാലയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും കളർ എത്തണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ ഈക്വലായിട്ട് എല്ലായിടത്തും റെഡ് കളറായിട്ട് നമ്മുടെ റൈസ് കാണത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ മാത്രം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള റൈസ് മൊത്തം വൈറ്റ് ആയിട്ട് കാണും, അടിയിലുള്ള റൈസ് മൊത്തം നല്ല റെഡ് കളറായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് എല്ലാം റൈസെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ആ ഒരു മുകളിലത്തെ ചോറ് മൊത്തം അടിയിൽ പോകുന്ന രീതിയിലും അടിയിലത്തെ റൈസ് മൊത്തം മുകളിലെത്തുന്ന രീതിയിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് 50-60% കുക്കായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് വരെ അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ കണ്ടില്ലേ, ആ കളറ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പറായിട്ടുള്ള ആമ്പൂർ സ്റ്റൈൽ പ്രോൺസ് ബിരിയാണി റെഡിയാണ് കേട്ടോ. ഞാൻ സാധാരണ എപ്പോഴും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ വെക്കാൻ നോക്കിയതാണ്. ഒട്ടും പാളിപ്പോയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ജിജുവേട്ടനും മോക്കും ഒക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ ആമ്പൂർ സ്റ്റൈൽ എന്ത് ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയാലും ഒരിക്കലും പാളിപ്പോവാറില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആമ്പൂർ സ്റ്റൈൽ ബിരിയാണിയുടെ ഫാൻസ് ആണ്. ഇപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോ ഫെയിൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് കാരണം പറയേണ്ട ആവശ്യമില്ല, നല്ല ചിൽ ക്ലൈമറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ ഉപ്മാവിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു, കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കേണ്ട, അതിന് പകരം പച്ചമുളക് മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വറ്റൽമുളക് ചേർത്തൊന്ന് ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ആ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഒരു ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഉള്ള സൈസിൻ്റെ ഒരു പകുതി ആവട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചമുളകല്ല ചേർക്കുന്നത്, അതിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഇച്ചിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് കായപ്പൊടിയും ചേർത്തു. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. മുളക് പൊടി കരിഞ്ഞ സ്മെല്ല് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്ന ബ്രെഡാണ് കേട്ടോ. ഇതിപ്പം വീറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ ബ്രെഡ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ അത് ജിജോട്ടൻ കഴിക്കാത്തത് കൊണ്ട് വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നാൽ വീറ്റ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. കാരണം ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ബ്രെഡ് എടുത്താലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്. കാരണം എന്ന് വെച്ചാൽ ബ്രെഡിലും ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ മുളക് പൊടിയൊക്കെ എല്ലാ ബ്രെഡിലും കോട്ടായി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ബ്രെഡ് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ടല്ല നല്ലതുപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ബ്രെഡ് ഉപ്മാവ് റെഡിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയൊരു ഐറ്റമാണ്. സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Until then, ta-ta, bye-bye.